നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഷാർജയിൽ മരിച്ച വിപഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം സംസ്കരിച്ചു. ദുബായ് ന്യൂ സോനാപൂരിലായിരുന്നു സംസ്കാരം. വിപഞ്ചികയുടെ മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലെത്തിച്ചേക്കും. ഷാർജ അൽ ഖാസിമി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ദുബായ് ജബലലിയിലെ ന്യൂ സോനാപൂർ ശ്മശാനത്തിലെത്തിച്ചത്. ഹിന്ദു ആചാരപ്രകാരമായിരുന്നു ചടങ്ങുകൾ. അതിവൈകാരിക നിമിഷങ്ങൾക്കാണ് ജബലലിയിലെ ശ്മശാനം സാക്ഷ്യം വഹിച്ചത്. വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷ്, വിപഞ്ചികയുടെ അമ്മ, സഹോദരൻ, ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈഭവിയുടെ മൃതദേഹവും നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കണമെന്നായിരുന്നു വിപഞ്ചികയുടെ അമ്മ ശൈലജയുടെ ആഗ്രഹം. എന്നാൽ മൃതദേഹം UAEയിൽ തന്നെ സംസ്കരിക്കണമെന്ന് പിതാവ് നിതീഷ് ആവശ്യപ്പെടുകയായിരുന്നു. ഇതാണ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയത്. തുടർന്ന് ഇന്നലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് വൈഭവിയുടെ മൃതദേഹം ദുബായിൽ സംസ്കരിക്കാൻ തീരുമാനമായത്. കുഞ്ഞിന്റെ സംസ്കാരം വൈകുന്നത് ഒഴിവാക്കാനാണ് വിട്ടുവീഴ്ച ചെയ്തതെന്നും ഇനിയും ഫ്രീസറിൽ വെച്ചുകൊണ്ടിരിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ലെന്നും വിപഞ്ചികയുടെ അമ്മ ശൈലജ ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. അതേസമയം വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. തിങ്കളാഴ്ച മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. 24 ദുബായ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയയ്ക്കായി സാധ്യമായതെല്ലാം ചെയ്യുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചില സൗഹൃദ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതായും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ചർച്ചകളിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പങ്കിനെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന് ധാരണയില്ലെന്നും വക്താവ് രൺധീർ ജയ്സ്വാൾ. നിമിഷപ്രിയ വിഷയം അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ്. കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിമിഷയുടെ കുടുംബത്തിന് നിയമസഹായം നൽകുകയും അഭിഭാഷകനെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. പതിവായി കോൺസുലർ സന്ദർശനങ്ങൾ നടത്തുകയും പ്രാദേശിക ഭരണകൂടവുമായും കുടുംബാംഗങ്ങളുമായും നിരന്തരം ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. And the government of India has been offering all possible assistance in the case. We have provided legal assistance and also appointed a lawyer to assist the family. We have also arranged for regular consular visits by a family. നിമിഷപ്രിയയുടെ കുടുംബത്തിന് കൊല്ലപ്പെട്ട തലാൽ അബ്ദുമഹദിയുടെ കുടുംബവുമായി സമവായത്തിലെത്താൻ കൂടുതൽ സമയം തേടുന്നതിനായി വധശിക്ഷ മാറ്റിവെക്കാനായി നടത്തിയ കൂട്ടായ ശ്രമങ്ങളിൽ സർക്കാരും ഭാഗമായിരുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിഷയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ചില സൗഹൃദ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും രൺധീർ ജയ്സ്വാൾ. We continue to closely follow the matter and render all possible assistance in the case. We are also in touch with some friendly governments in this regard. ചർച്ചകളിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പങ്കിനെ സംബന്ധിച്ച് ധാരണയില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. വിഷയത്തിൽ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് സ്ഥിതിവിവര റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. 24 ഡൽഹി. സൗദിയിൽ ഒരേ ദിവസം 3 പുതിയ ലോട്ട് സ്റ്റോറുകൾ തുറന്ന് ലുലു. മക്ക, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലാണ് ലോട്ട് സ്റ്റോറുകൾ തുറന്നത്. 22 റിയാലിലും കുറഞ്ഞ നിരക്കിൽ മിക്ക ഉൽപ്പന്നങ്ങളും ലഭിക്കുന്നു എന്നതാണ് ലോട്ട് സ്റ്റോറുകളുടെ പ്രത്യേകത. പുണ്യനഗരമായ മക്കയിലും കിഴക്കൻ പ്രവിശ്യയിലെ സൈഹാത്തിലും റിയാദിലുമാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് പുതിയ ലോട്ട് സ്റ്റോറുകൾ തുറന്നത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലിയുടെ സാന്നിധ്യത്തിൽ റോയൽ കമ്മീഷൻ ഫോർ മക്ക സിറ്റി ആൻഡ് ഹോളി സൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പാർട്ണർഷിപ്പ് ജനറൽ മാനേജർ ഡോക്ടർ വലീദ് ബാ സുലൈമാൻ ലോട്ടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മക്കയിലെ അൽ റുസൈഫയിലെ അബ്ദുള്ള അരീഫ് സ്ട്രീറ്റിലുള്ള ലോഡ് സ്റ്റോറിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ഉപഭോക്താക്കളുടെ വാല്യൂ ഷോപ്പിംഗ് ആവശ്യകത കൂടി കണക്കിലെടുത്താണ് ലോഡ് സ്റ്റോറുകളുടെ സാന്നിധ്യം ലുലു വിപുലമാക്കുന്നതെന്നും പുതിയ 4 ലോഡ് സ്റ്റോറുകൾ കൂടി സൗദി അറേബ്യയിൽ ഉടൻ തുറക്കുമെന്നും MA യൂസുഫ് അലി പറഞ്ഞു. റീറ്റെയിൽ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗുഡ് ക്വാളിറ്റി, ഗുഡ് പ്രൈസ് ആൻഡ് ഗുഡ് സർവീസ് ആൻഡ് ഗുഡ് പാർക്കിംഗ്, ഇതാണ് ഇപ്പോഴത്തെ സ്ലോഗൻ. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഗുഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വാല്യൂ കൺസെപ്റ്റാണ്. അപ്പോൾ ആ വാല്യൂ കൺസെപ്റ്റിൽ മക്കയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റിനോട് കൂടി ലോട്ട് കൂടി ഞങ്ങൾ ഇനാഗുറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതോടൊപ്പം ഈ ലോട്ട് കൺസെപ്റ്റ് ഇന്ന് റിയാദിലും ദമ്മാമിലും വെർച്വലായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. UAE കോൺസൽ ജനറൽ നാസർ ഹുവൈദ്ദീൻ തൈബാൻ അലി അൽ ഖത്ബി, മക്ക മുനിസിപ്പാലിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്ലാനിംഗ് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ യാസർ അത്തർ, വ്യവസായ പ്രമുഖരായ എഞ്ചിനീയർ അബ്ദുൽ അസീസ് അൽ സിന്ധി, ഷേഖ് ഇബ്രാഹിം അൽ റിഫായി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു.
മക്കയിലെ റുസൈഫയിലുള്ള ലോഡ് സ്റ്റോറിന് 43,000 ചതുരശ്ര അടി വിശാലതയുണ്ട്. 600 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം. കിഴക്കൻ പ്രവിശ്യയിലെ സൈഹാത്തിൽ അൽ മുസബ് റാഫി സ്ട്രീറ്റിൽ 24,000 ചതുരശ്ര അടിയിലും റിയാദിലെ അൽ മലാസിൽ 18,772 ചതുരശ്ര അടിയിലും വലുപ്പത്തിലാണ് ലോഡ് സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നത്. വീട്ടുപകരണങ്ങൾ, കിച്ചൺവെയർ, ഫാഷൻ ഉൽപ്പന്നങ്ങൾ, ബ്യൂട്ടി പ്രോഡക്ട്സ് അടക്കം വിപുലമായ ശേഖരമാണ് ലോട്ടുകളിൽ ഒരുക്കിയിരിക്കുന്നത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ജിദ്ദയിലെ ഷാറ ഹിറ മലയാളി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. കബീർ കൊണ്ടോട്ടി ഉദ്ഘാടനം ചെയ്തു. നൌഷാദ് പാണ്ടിക്കാടിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ റഫീഖ്, ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. ജോലിയും പ്രവാസ ജീവിതവും എന്ന വിഷയത്തിൽ കബീർ കൊണ്ടോട്ടി ക്ലാസ് എടുത്തു. ജിദ്ദയിലെ പ്രമുഖ ഗായകരുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്നുമുണ്ടായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസന ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസ് സമാപിച്ചു. കണക്ടിക്കറ്റിലെ സ്റ്റാംഫോർഡ് ഹിൽട്ടൺ കൺവെൻഷൻ സെന്ററിലായിരുന്നു പരിപാടി. നാല് ദിവസം നീണ്ട ഈ ആത്മീയ സമ്മേളനം നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിലുടനീളമുള്ള വൈദികരെയും വിശ്വാസികളെയും ഒരുമിച്ച് കൊണ്ടുവന്നു. പ്രത്യേകിച്ച് യുവതലമുറയുടെ സജീവ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. ഫാദർ ഡോക്ടർ നെയ്നാൻ വി ജോർജ്, ഫാദർ ഡോക്ടർ ടെന്നി തോമസ് എന്നിവരുൾപ്പെടെ നിരവധി പ്രഗത്ഭരുടെ സെഷനുകൾ കോൺഫറൻസിന് കരുത്തു പകർന്നു. ബൈബിൾ, വിശ്വാസം, സമൂഹം എന്നിവയിലൂന്നിയ വിഷയങ്ങളായിരുന്നു ഈ സെഷനുകളിൽ ഉണ്ടായിരുന്നത്. അഭിവന്യ സക്കറിയമ്മ നിക്കോളോവോസിന്റെയും ഭദ്രാസന കൗൺസിലിന്റെയും മാർഗനിർദ്ദേശപ്രകാരം നടന്ന സമ്മേളനത്തിന് ചുക്കാൻ പിടിച്ചത് കോർഡിനേറ്റർ ഫാദർ അബു പീറ്റർ, സെക്രട്ടറി ജെയ്സൺ തോമസ് എന്നിവരായിരുന്നു. നിരവധി സന്നദ്ധ പ്രവർത്തകരും കമ്മിറ്റി അംഗങ്ങളും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ കോൺഫറൻസ് ഒരു വൻ വിജയമായി മാറുകയായിരുന്നു. This is Mithu Mamatson signing off 24 USA. മറ്റു വാർത്തകളിലേക്ക്. അനാസ്ഥയുടെ രക്തസാക്ഷി. സ്കൂൾ മാനേജ്മെന്റിന്റെയും KSCBയുടെയും അനാസ്ഥയിൽ കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റ് ദാരുണാന്ത്യം. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. സംസ്കാരം മറ്റന്നാൾ നടക്കും. സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെയുള്ള വൈദ്യുതി ലൈൻ വിച്ഛേദിച്ചു. ഇന്ന് രാവിലെ 8:30യോടെയായിരുന്നു ദാരുണ സംഭവം. കളിക്കുന്നതിനിടെ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് മിഥുന് ഷോക്കേറ്റത്. കാൽ തെന്നിയ മിഥുൻ താഴ്ന്നുകിടന്ന വൈദ്യുതി ലൈനിൽ പിടിച്ചപ്പോഴാണ് അപകടം. ഞാൻ നോക്കിയപ്പോ എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നു, അതിനകത്ത് ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നു. കീറിയപ്പോ സ്ലിപ്പായി അങ്ങനെ ലൈൻ കമ്പിക്കത് തൂങ്ങി. വന്നപ്പോൾ ആ കുട്ടി അവിടെ കിടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ സാറന്മാർ കയറി ആ പലക വിളിച്ചേറി രക്ഷിപ്പ്. വേറെ ആരണ്ടര ചെരുപ്പായിരുന്നു മേളിൽ പോയത്. മിഥുന്റെ ചെരുപ്പല്ല എന്തായാലും മേളിൽ പോയത്. അധ്യാപകർ മിഥുനെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അപകടകരമായ നിലയിൽ സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്നാണ് വൈദ്യുതി ലൈൻ പോകുന്നത്. ഞാൻ നിൽക്കുന്ന എൻ്റെ കൈ പൊക്കിയാൽ പിന്നെ ഒരു കൈയിൽ കൂടി പൊങ്ങിയാൽ അത് വൈദ്യുതി ലൈനിൽ തട്ടും. അത്ര താഴ്ചയിലാണ് ഈ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. വളരെ താഴ്ചയിൽ. അത് അപ്പുറത്തെ ക്ലാസ് മുറികൾ കൂടിയാണ്. ഏതെങ്കിലും വിദ്യാർത്ഥി അവിടെ നിന്നൊരു കമ്പ് വെച്ച് ഈ ചുമ്മാതെ തട്ടിയാൽ പോലും വൈദ്യുതി ലൈനിൽ കൊള്ളുന്ന രീതിയിൽ അത്ര താഴ്ചയിലാണ് ഇത് കടന്നു പോകുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. വിദേശത്തുള്ള അമ്മയെ മിഥുന്റെ മരണവിവരം അറിയിച്ചു. മറ്റന്നാൾ സംസ്കാരം നടക്കുമെന്ന് ബന്ധുക്കൾ. അപകടകരമായ നിലയിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ കടന്നുപോയ വൈദ്യുതി ലൈൻ രാത്രി വൈകി വിച്ഛേദിച്ചു. വലിയപാടം മനോജ്, സുജ ദമ്പതികളുടെ മകനാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ. സുജിനാണ് സഹോദരൻ. അരുൺ രാജ്, 24 കൊല്ലം. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ ജീവനെടുത്ത അപകടത്തിൽ വീഴ്ച സംബന്ധിച്ച് വിദ്യാഭ്യാസ വൈദ്യുതി വകുപ്പ് മന്ത്രിമാർ. സ്കൂൾ അധികൃതർക്കും KSCBക്കും ഗുരുതര വീഴ്ചയെന്ന് വിദ്യാഭ്യാസ വൈദ്യുതി വകുപ്പുകളിലെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ. സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെയുള്ള വൈദ്യുതി ലൈനിന് തറയിൽ നിന്നും ഇരുമ്പ് ഷീറ്റിൽ നിന്നും ആവശ്യത്തിന് ഉയരമുണ്ടായിരുന്നില്ലെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട്. അനാസ്ഥയുണ്ടായെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു.
ഈ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ പലകയുടെ മറവ് മാത്രമാണ് ഈ വൈദ്യുത ലൈനുമായി മാത്രം ഉള്ളത്. അതിനപ്പുറം ഒരു സുരക്ഷിതമായ അകലം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയത് എന്ന കാര്യത്തിലടക്കം സ്വാഭാവികമായും പരിശോധന വേണം. നിയമപ്രകാരം വൈദ്യുതി ലൈനിന് തറനിരപ്പിൽ നിന്ന് 4.6 മീറ്റർ ഉയരം വേണം. എന്നാൽ ഉണ്ടായിരുന്നത് തറനിരപ്പിൽ നിന്ന് 4.28 മീറ്റർ അകലം മാത്രം. ഇരുമ്പു ഷീറ്റിൽ നിന്ന് വേണ്ടത് 2.5 മീറ്റർ ഉയരം. പക്ഷേ ഉണ്ടായിരുന്നത് 0.88 മീറ്റർ. ലൈൻ കേബിൾ ചെയ്ത് സുരക്ഷിതമാക്കാൻ 2 ദിവസം മുൻപ് KSEB സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചത് എന്നും റിപ്പോർട്ടിലുണ്ട്. KSEBയുടെയും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും റിപ്പോർട്ടുകൾ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടിക്ക് സമർപ്പിച്ചു. ചീഫ് സേഫ്റ്റി കമ്മീഷണറുടെ അന്വേഷണത്തിനു ശേഷം വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെന്ന് വൈദ്യുതി മന്ത്രി. അതിൽ പ്രധാനപ്പെട്ടതെന്താ വെച്ചാൽ, ഒന്ന്, ഈ ഷെഡ് കെട്ടുമ്പോൾ പെർമിഷൻ മേടിക്കേണ്ടതാണ്, അത് ചെയ്തിട്ടില്ല. ഇത് സൂപ്പർവിഷൻ നോക്കേണ്ടതാണ്, അതും നടന്നിട്ടില്ല. അത് ബോർഡിൻ്റെ ഭാഗത്തുനിന്നുള്ള ജീവനക്കാരുടെ വീഴ്ചയാണ്. ഇത് രണ്ടും ഏതാണെന്ന് നോക്കി പരിശോധിച്ച ശേഷം ഡീറ്റെയിൽ റിപ്പോർട്ട് ഇനി ഹയർ ഓഫീസേഴ്സ് നടത്തും. എന്നിട്ടേ നമുക്കൊരു നടപടി എടുക്കാൻ പറ്റും. ആരാ ഉത്തരവാദി എന്നൊക്കെ അറിയണമല്ലോ. ലൈനിനടിയിൽ നിർമ്മാണ പ്രവൃത്തി നടത്തിയതിൽ സ്കൂൾ വീഴ്ച വരുത്തി. ഷെഡ് നിർമ്മിക്കാൻ അനുമതി വാങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണെന്നും KSEB റിപ്പോർട്ടിൽ പറയുന്നു. അനാസ്ഥ ഉണ്ടായെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നു. വിശദമായ റിപ്പോർട്ട് നാളെ വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിക്കും. റിപ്പോർട്ട് ലഭിച്ച ശേഷം കർശന നടപടിയെന്ന് മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടുന്ന സ്കൂളിന്റെ 8 വർഷം മുൻപുള്ള ചിത്രത്തിലും വൈദ്യുതി ലൈൻ താഴ്ന്നു പോകുന്നത് കാണാം. എന്നിട്ടും മാനേജ്മെന്റ് നടപടിയെടുത്തില്ല. CPIM നിയന്ത്രണത്തിലുള്ള ജനകീയ സമിതിക്കാണ് സ്കൂളിന്റെ നടത്തിപ്പ് ചുമതല. 24 തിരുവനന്തപുരം. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ അപകടത്തിന് പിന്നാലെ നാടെങ്ങും പ്രതിഷേധം. സ്കൂളിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നാളെ വിദ്യാഭ്യാസ മന്ത്രി ആഹ്വാനം ചെയ്ത് ABVPയും KSU. വിദ്യാർത്ഥിയുടെ മരണവാർത്തയറിഞ്ഞ ഉടൻ സ്കൂളിന് മുന്നിൽ നാട്ടുകാർ തടിച്ചുകൂടി. പിന്നാലെ പ്രതിഷേധം. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ കോലം കത്തിച്ച് BJP. KSU, MSF, ABVP പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി. സ്കൂളിലെത്തിയ കോവൂർ കുഞ്ഞുമോൻ MLAക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം. KSU പ്രവർത്തകർ ഗോബാക്ക് വിളികളുമായി MLA തടഞ്ഞു. നാളെ സംസ്ഥാന വ്യാപക വിദ്യാഭ്യാസ ബന്ദിന് KSUവിന്റെ ആഹ്വാനം. ABVP കൊല്ലം ജില്ലയിലും പഠിപ്പ് മുടക്കും. സ്കൂളിലേക്ക് SFIയും പ്രതിഷേധ മാർച്ച് നടത്തി. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ആരോപിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലെയും ഫിറ്റ്നസ് പരിശോധിക്കണമെന്നും അലോഷ്യസ് സേവ്യർ 24നോട്. അതിലൊരു വലിയ അഴിമതി അവിടെ ഫിറ്റ്നസ് ലഭിച്ചതുമായി ബന്ധപ്പെട്ട് നമുക്കത് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ ആയിരക്കണക്കിന് സ്കൂളുകൾ അല്ലെങ്കിൽ 10,000 കണക്കിന് സ്കൂളുകൾ യാതൊരു സുരക്ഷിതത്വമല്ലാത്ത സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപകട മരണത്തിൽ പോലീസും ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. 24 കൊല്ലം. സാമ്പത്തിക പരാധീനതകൾ ഏറെയുള്ള കുഞ്ഞു വീട്ടിലെ വലിയ പ്രതീക്ഷയായിരുന്നു മിഥുൻ. സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കാനുള്ള ശ്രമത്തിനിടെയുള്ള വേർപാട് ഉൾക്കൊള്ളാനാകാതെ വിങ്ങുകയാണ് 13കാരന്റെ വീട്. മിടുക്കനായ വിദ്യാർത്ഥിയുടെ വേർപാടിൽ നാടും നെഞ്ചുപൊട്ടുകയാണ്. ഇന്നു രാവിലെ വരെ ഇവിടെ മനൂഭവനത്തിൽ പ്രതീക്ഷയുടെ പുഞ്ചിരി തിളങ്ങിയിരുന്നു. ഈ വീടിപ്പോൾ കണ്ണീരിൽ കുതിരുകയാണ്. കുഞ്ഞു കുഞ്ഞു പ്രതീക്ഷകളുമായി 1 മാസം മുൻപാണ് മിഥുൻ പുതിയ സ്കൂളിലേക്ക് എത്തിയത്. ഹൈസ്കൂൾ ആയതുകൊണ്ട് മാത്രമായിരുന്നില്ല, അവിടെ NCC ഉണ്ടല്ലോ, പോകാൻ ബസ്സുമുണ്ട്. എല്ലാ ദിവസവും ബസ്സിലാണ് പോയിരുന്നത്. പക്ഷേ ഇന്ന് അച്ഛൻ മനോജ് കൊണ്ടുവിട്ടു. പോകും മുൻപ് വിദേശത്തുള്ള അമ്മ സുജയോട് ഫോണിൽ സംസാരിച്ചതാണ്. ഇങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു സ്നേഹങ്ങളും സന്തോഷവും നിറയുന്നിടത്താണ്
അടുത്ത മണിക്കൂറുകളിൽ മരവിപ്പ് പടർന്നത്. പണിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വൈകിട്ട് നേരത്തെ വരാൻ മോനെന്നും പറഞ്ഞ് ഞാൻ പോരുന്നതാ. മോനെ അവിടെ കൊണ്ടാക്കിയിട്ടേ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. എൻ്റെ മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പോരുന്നേ. അത്ര അവരെ ആശ്വസിപ്പിക്കാനാകാതെ നാടും നെഞ്ചു പൊട്ടുകയാണ്. 24 കൊല്ലം. കൊല്ലം തേവലക്കര ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിന്റെ ദുഃഖത്തിൽ കേരളം നിൽക്കുന്നതിനിടെ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ സൂംബ ഡാൻസ് വിവാദത്തിൽ. CPI എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വനിതാ സംഗമത്തിലായിരുന്നു മന്ത്രിയുടെ ഡാൻസ്. മിഥുന്റെ മരണത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ വിമർശനം ഉയരുന്നതിനിടെയാണ് മന്ത്രിയുടെ ഡാൻസിന്റെ ദൃശ്യം ചർച്ചയാവുന്നത്. അതിനിടെ അപകടത്തിൽ അധ്യാപകർക്ക് വീഴ്ചയില്ലെന്ന മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ പ്രതികരണവും ഇതേ പരിപാടിയിലുണ്ടായി. അവിടെ ചെന്നപ്പോ കാല് ചെരുപ്പിടിക്കാൻ പോയപ്പോ കാലൊന്ന് തെന്നി പെട്ടെന്ന് ചെരുപ്പിടിച്ചത് വലിയ കമ്പി ഇരിക്കാനാണ്. അതിലേക്കൂടാണ് ഇലക്ട്രിക് കറണ്ട് കടന്നു വന്നത്. ആ കുഞ്ഞ് അപ്പോഴേ മരിച്ചുപോയി. അപ്പൊ അത് ആരെങ്കിലും അധ്യാപകരുടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് വീടിന്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയുമോ? നമ്മളൊക്കെ അന്തിച്ചു പോകുന്ന ഒരു കുഞ്ഞ് രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞാണ്. ആ കുഞ്ഞ് മരിച്ച് തിരിച്ചു വരുന്നൊരവസ്ഥ. ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി എന്നുള്ളതാണ് നമുക്കറിയുവാൻ. അങ്ങനെയുള്ള നിരന്തര സംഭവങ്ങളാണ്. ഇന്ത്യയും കുവൈറ്റും തമ്മിൽ പുതുക്കിയ വ്യോമസേവന കരാറിൽ ഒപ്പുവെച്ചു. കരാറിലൂടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വിമാനശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും. പുതിയ കരാർ പ്രകാരം ഇരു രാജ്യങ്ങളിലെയും വിമാന കമ്പനികൾക്ക് ആഴ്ചയിൽ 18,000 സീറ്റുകൾ വരെ സർവീസ് നടത്താൻ അനുവാദമുണ്ട്. 2006 മുതൽ 12,000 സീറ്റുകൾക്കായിരുന്നു അനുമതി. ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ സെക്രട്ടറി സമീർ കുമാർ സിൻഹയുടെയും കുവൈറ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പ്രസിഡന്റ് ഷെയ്ഖ് ഹമൂദ് അൽ മുബാറക്കിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കരാർ ഔദ്യോഗികമായി അംഗീകരിച്ചത്. CPIM കഴക്കൂട്ടം ഏരിയ കമ്മിറ്റിയിൽ കടുത്ത വിഭാഗീയത. നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മേടയിൽ വിക്രമൻ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു. CPIയിൽ നിന്ന് വന്ന ആറ്റിപ്ര അശോകനെ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് നടപടി. CPIMന്റെ കഴക്കൂട്ടം മേഖലയിലെ പ്രധാന നേതാവും നഗരസഭയിലെ സീനിയർ അംഗവുമാണ് മേടയിൽ വിക്രമൻ. CPIയിൽ നിന്നെത്തിയ രണ്ടുപേരെ പൊടുന്നനെ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിൽ എതിർപ്പറിയിച്ചാണ് വിക്രമൻ കമ്മിറ്റിയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞത്. പാർട്ടി സംസ്ഥാന സമിതി അംഗവും MLAയുമായ കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുത്ത ഏരിയ കമ്മിറ്റി യോഗത്തിലായിരുന്നു ഭിന്നത. ഇന്ന് CPIയിൽ നിന്ന് വന്ന് ഏരിയ കമ്മിറ്റി അംഗമായ ആറ്റിപ്ര അശോകൻ ആറ്റിപ്ര നഗരസഭാ വാർഡിലെ മുൻ കൗൺസിലറും CPIMന്റെ ലോക്കൽ കമ്മിറ്റിയിലെ മുൻ അംഗവുമായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് അശോകൻ നേരത്തെ പാർട്ടി വിട്ടത്. ഇപ്പോൾ അശോകനെ മടക്കിക്കൊണ്ടുവരാനും മുൻകൈയെടുത്തത് കടകംപള്ളി തന്നെ. അശോകന് പുറമെ CPI മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന അജയനെയും CPIM കഴക്കൂട്ടം ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സമിതി തീരുമാനപ്രകാരമാണ് നടപടിയെന്നാണ് കടകംപള്ളി റിപ്പോർട്ട് ചെയ്തത്. ഇതിനെ എതിർത്താണ് മേടയിൽ വിക്രമൻ ഏരിയ കമ്മിറ്റി അംഗത്വം ഒഴിഞ്ഞത്. CPIMൽ തുടരുമെന്നും കൗൺസിലർ സ്ഥാനം രാജിവെക്കില്ലെന്നും വിക്രമൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. കനത്ത മഴയിൽ വടക്കൻ ജില്ലകളിലെ വിവിധയിടങ്ങളിൽ വെള്ളം കയറി. തലയാട് മലയോര ഹൈവേയുടെ പണി നടക്കുന്ന 26 മൈൽ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. ശക്തമായ മഴയിൽ വടകരയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ജലനിരപ്പ് വർദ്ധിച്ചതിനെ തുടർന്ന് കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തലയാട് മലയോര ഹൈവേയുടെ പണി നടക്കുന്ന 26 മൈൽ ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ശക്തമായ മഴയിൽ വടകരയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വടകര ടൗണിലെ കീർത്തനത്തിൽ ദിവാകരന്റെ വീട്ടിലെ കിണറാണ് പൂർണ്ണമായും മണ്ണിനടിയിലേക്ക് താഴ്ന്നത്. വീടിന്റെ തൂണിന് വിള്ളൽ വന്നു. കുറ്റ്യാടിച്ചുരത്തിലെ 10ാം വളവിലും മണ്ണിടിച്ചിലുണ്ടായി. ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. മണ്ണിടിഞ്ഞ നാദാപുരം ചെക്യാട് റോഡിലും ഗതാഗത തടസ്സമുണ്ടായി. വൈദ്യുതി പോസ്റ്റ് പൊട്ടിവീണ പ്രദേശത്ത് ഭാഗികമായി വൈദ്യുതി തടസ്സപ്പെട്ടു. ബാലുശ്ശേരി തലയാട് ഉരുൾപൊട്ടലുണ്ടായി. ആളപായമില്ല. കാസർകോട് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഉപ്പള മഞ്ചേശ്വരം പുഴകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. മേൽപ്പറമ്പയിൽ വീടിന് സമീപം മണ്ണിടിഞ്ഞു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഞാൻ കുളിച്ചുകൊണ്ടായി, അമ്മയുടെ TV നോക്കിക്കൊണ്ടായി, ഭാര്യയും കുഞ്ഞും ഭജനൊക്കെ പോയിട്ടുണ്ടായി. ആ സമയത്താണ് ഇത് വലിയൊരു സൗണ്ട് കേട്ട്. അങ്ങനെ ഞാൻ കുളിക്കുന്ന നടന്ന് വന്ന് നോക്കുമ്പോൾ വലിയൊരു പാറക്കല്ലിങ്ങനെ വീണിട്ടുണ്ട്. ഈ ഭാഗത്ത് ചുറ്റും പാറയുണ്ട്. ഇതിപ്പോൾ
നമുക്കൊരു സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു പരാതി കൊടുത്തത്. കുളങ്ങാട് മലയിൽ വിള്ളൽ വീണതും ആശങ്ക സൃഷ്ടിച്ചു. മലയുടെ താഴ്ഭാഗത്ത് അംബേദ്കർ ഉന്നതിയിൽ 30 കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. മഴ കനത്താൽ വിള്ളൽ വർദ്ധിക്കാനും അപകടത്തിനും സാധ്യതയുണ്ട്. കണ്ണൂർ കക്കാട് പുഴ കരകവിഞ്ഞു. ശക്തമായ മഴയിൽ വയനാട് ബത്തേരി കല്ലൂർ പുഴ കരകവിഞ്ഞതോടെ സമീപത്തെ കൃഷിയിടങ്ങളും താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. നേരത്തെ പ്രഖ്യാപിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. വയനാട്ടിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധിയുള്ളത്. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. ഇറാഖിലെ കൂട്ട് നഗരത്തിലെ ഷോപ്പിംഗ് മാളിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 69ആയി. 7 ദിവസങ്ങൾക്ക് മുൻപ് തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ച മാളിലാണ് ഇന്നലെ രാത്രി തീപിടുത്തമുണ്ടായത്. ബുധനാഴ്ച രാത്രിയിലാണ് പുതുതായി തുറന്ന മാളിന്റെ 2ാം നിലയിലെ എയർ കണ്ടീഷണർ പൊട്ടിത്തെറിച്ച് വൻ അഗ്നിബാധയുണ്ടായത്. 5 നിലയുള്ള മാളിൽ തീ അണയ്ക്കുന്നതിനായുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇറാഖിലെ കൂട്ട് നഗരത്തിൽ 7 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് കോർണിഷ് മാൾ പ്രവർത്തനം ആരംഭിച്ചത്. നിരവധി പേർ മാളിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു തീപിടുത്തം. മരണസംഖ്യ ഇനിയും ഉയരാനിടയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 14 മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. മാളിനകത്തു നിന്നും 45ഓളം പേരെ രക്ഷിക്കാനായെന്ന് ഇറാഖ് ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. ദുരന്തത്തിൽ ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി നടുക്കം രേഖപ്പെടുത്തി. സുരക്ഷിതത്വ മാനദണ്ഡങ്ങളില്ലാതെയാണ് ഇറാഖിലെ പല മാളുകളും പ്രവർത്തിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. 2023 വടക്കൻ ഇറാഖിലെ ക്രിസ്ത്യൻ വിവാഹ പാർട്ടിയിലുണ്ടായ തീപിടുത്തത്തിൽ 100-ലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു. 2021 നസ്രിയയിലെ കോവിഡ് ഐസൊലേഷൻ വാർഡിലുണ്ടായ തീപിടുത്തത്തിലും 90-ലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. വയനാട് കേണിച്ചിറയിൽ ചെരിഞ്ഞ കൊമ്പനാനയുടെ ജഡം സംസ്കരിച്ചു. ആനയ്ക്ക് വിളർച്ചയുണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വയറിനുള്ളിൽ കൃമികീടങ്ങൾ നിറഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. ആന നെയ്ക്കുപ്പ മേഖലയിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണം അസുഖം മൂലമെന്ന് വിലയിരുത്തൽ. ജഡം കണ്ടെത്തിയ കുളത്തിനടുത്തുള്ള വനത്തിലാണ് സംസ്കരിച്ചത്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.